ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ഒരു കഥ പറയാം. കഴിഞ്ഞ വർഷം തെലങ്കാനയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വിഷയമാണ്. ഏതാണ്ട് 34 വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീ. അവർ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഏതാണ്ട് 3 മാസം മുമ്പേ ആയിരുന്നു അവർ ആ ഹോസ്റ്റലിലേക്ക് താമസം മാറിയത്. ആ ഹോസ്റ്റലിന് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. ആദ്യത്തെ 2 ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് ചില ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ഒരു മ്യൂസിക് ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു അവർ. പലപ്പോഴും രാത്രികാലങ്ങളിൽ അവർക്ക് പ്രൊജക്ട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ടാകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നിശബ്ദമായ ഒരു രാത്രി അവരൊരു പാട്ട് കേട്ടു. ഒരു ആൺകുട്ടിയുടെ പാട്ട്. തുടക്കത്തിൽ അത് പുറത്തുനിന്നും ആരോ പാടുന്നതാണ് എന്നവർ കരുതി. പോകെ പോകെ ആ പാട്ട് അവർക്ക് അരോചകമായി തോന്നി. ഒരു മ്യൂസിക് ടീച്ചർ എന്ന നിലയിൽ പലപ്പോഴും രാഗവും താളവും തെറ്റിച്ചു പാടുന്ന പാട്ടുകൾ പലരിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഈ പാട്ട് അവരിൽ ഭയങ്കരമായ ഇറിറ്റേഷൻ ആയിരുന്നു ഉണ്ടാക്കിയത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവർ രാത്രികാലങ്ങളിൽ ആ പാട്ട് കേട്ടു. തൊട്ടടുത്ത മുറിയിലെ സ്ത്രീകളോട് ഇതേപോലൊരു അനുഭവം ഉണ്ടായിരുന്നോ എന്നവർ ചോദിച്ചു. എന്നാൽ അവരാരും അങ്ങനെ ഒരു പാട്ട് കേട്ടതേയില്ല. തനിക്കുണ്ടായ അനുഭവം അവർ വാർഡനോട് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട വാർഡന്റെ മുഖത്ത് ഒരു ഭയമായിരുന്നു അവർക്ക് കാണാൻ സാധിച്ചത്. അവർ പറഞ്ഞു, ഇനി അങ്ങനെ ഒരു പാട്ട് കേട്ടാൽ ആ ജനാല അടച്ചേക്കും. എന്തോ ഒന്ന് മറച്ചു വെക്കും പോലെയായിരുന്നു വാർഡൻ അങ്ങനൊന്ന് അവരോട് പറഞ്ഞത്. വാർഡൻ പറഞ്ഞതിൽ നിന്ന് എന്തോ ഒരു പന്തികേട് അവർക്ക് മനസ്സിലായി. പിന്നീടുള്ള എല്ലാ രാത്രികളിലും അവർക്ക് ആ പാട്ട് കേൾക്കാമായിരുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും അത് അടുത്തടുത്ത് വരുന്നത് പോലെ അവർക്ക് തോന്നി. ഒരു ദിവസം അവർ ആ പാട്ട് കേട്ടത് അടച്ചിട്ട ജനാലയ്ക്ക് അടുത്തിരുന്ന് ആരോ പാടുന്നത് പോലെയായിരുന്നു. ഇനിയൊരു ദിവസം പോലും ഈ ഒരു മുറിയിൽ താമസിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കിയ അവർ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വാർഡന്റെ മുറിയിലേക്ക് ചെന്നു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ വാർഡൻ ടീച്ചറോട് അത് പറഞ്ഞു. ആ ഹോസ്റ്റലിന് തൊട്ടടുത്തായി ഒരു പഴയ വീടുണ്ട്. ആ വീട്ടിൽ അച്ഛനും അമ്മയും മരണപ്പെട്ട ഒരു പയ്യൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ പയ്യന്റെ മൃതദേഹം ആ വീട്ടിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് കുറെ കാലം ആ വീട് അടച്ചിടുകയായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ ആ വീട്ടിലേക്ക് ഒരു കുടുംബം താമസിക്കാനായി എത്തി. എന്നാൽ ആ കുടുംബം ആ പയ്യന്റെ പ്രേതത്തെ നേരിട്ട് കണ്ടതായാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. ടീച്ചർ കേട്ട ശബ്ദം ആ പയ്യൻ്റെതായിരിക്കാം എന്ന് ഭയന്നാണത്രേ വാർഡൻ ആ ജനവാതിലുകൾ അടച്ചിടാൻ പറഞ്ഞത്. അന്ന് രാത്രി അവർക്ക് ആ മുറിയിൽ കഴിയാൻ ഭയമായിരുന്നു. അവർക്ക് ഉറക്കം വന്നതേയില്ല. പക്ഷെ അപ്പോഴും ആ പാട്ട് അവർക്ക് കേൾക്കാമായിരുന്നു. തൊട്ടടുത്തായി. ആകെ ഭയന്നു പോയ അവർ തലവഴി പുതപ്പുകൊണ്ട് മൂടി കണ്ണടച്ചു കട്ടിലിൽ കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അത് നിശബ്ദമായി. ശരിയാണ്, ഇപ്പോൾ ആ പാട്ട് കേൾക്കാനില്ല. അവർ ശ്വാസം പിടിച്ച് ഒന്നുകൂടി കാതോർത്തു. അവിടം നിശബ്ദമായിരിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവരുടെ കാതിന് തൊട്ടടുത്തായി അവർ കേട്ടു ആ അരോചകമായ ആരും വിശ്വസിക്കാത്ത ഒരു പ്രേതകഥ. ഇൻസോംനിയ എന്ന അസുഖത്തെക്കുറിച്ചുള്ള ഒരു ഓൺലൈൻ ഫോറത്തിൽ തെലങ്കാന സ്വദേശിനിയായ ഐശ്വര്യ തന്റെ അനുഭവം പോസ്റ്റ് ചെയ്തതിന്റെ ടൈറ്റിലായിരുന്നു ആരും വിശ്വസിക്കാത്ത ഒരു പ്രേതകഥ. അതെ, നേരത്തെ പറഞ്ഞ പ്രേതകഥയിലെ ടീച്ചറാണ് തെലങ്കാന സ്വദേശിനിയായ ഐശ്വര്യ. അതേ സ്കൂളിൽ അവരിന്നും ജോലി ചെയ്യുന്നു. അതേ ഹോസ്റ്റലിൽ അതേ മുറിയിൽ അവരിന്നും താമസിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള പാട്ടുപാടുന്ന പയ്യന്റെ പ്രേതമോ? ആ പ്രേതം താമസിക്കുന്നത് അല്ല, ആ പ്രേതം താമസിച്ചിരുന്നത് ആ പഴയ വീട്ടിലല്ല, ആ ടീച്ചറുടെ ഉറക്കമില്ലായ്മയിലായിരുന്നു. സൈക്യാട്രി അതിനെ ഇൻസോംനിയ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് തിയേറ്ററുകളിൽ നിറസദസ്സോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അബ്രഹാം ഓസ്ലർ. ആ സിനിമ തുടങ്ങുന്നത് തന്നെ ഇൻസോംനിയ എന്ന അസുഖത്തെ വിശദീകരിച്ചുകൊണ്ടാണ്. പിന്നീട് എപ്പോഴും ആ അസുഖം സിനിമയുടെ ഭാഗമല്ലാതായി. എങ്കിലും ഇൻസോംനിയയെക്കുറിച്ച് അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഉറക്കമില്ലായ്മ ഒരു മനുഷ്യനെ ഇൻസോംനിയയിലേക്ക് എത്തിക്കാം. ക്രോണിക് ഇൻസോംനിയ ഒരു മനുഷ്യനിൽ ഹാലുസിനേഷൻസ് ഉണ്ടാക്കാം എന്ന്. ശരിയാണ്, ഇവിടെ ഉറക്കമില്ലായ്മയും സ്ട്രെസ്സും ആ ടീച്ചറിൽ ഉണ്ടാക്കിയ ഒരു ഹാലുസിനേഷനാണ് അരോചകമായ ആ പാട്ട്. ചിലപ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു പാട്ട് കേൾക്കാൻ സാധിച്ചത്. ഇൻസോംനിയ പലരിലും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ചിലർക്ക് ഇല്ലാത്ത ശബ്ദങ്ങളായിരിക്കാം, ചിലർക്ക് ഇല്ലാത്ത കാഴ്ചകളായിരിക്കാം. ഉറക്കമില്ലായ്മ നിങ്ങളെ ഇൻസോംനിയയിലേക്ക് എത്തിക്കും. അങ്ങനെയെങ്കിൽ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ തരം ഇൻസോംനിയകളാണ് ഉള്ളത്? നിങ്ങളുടെ ശരീരം ഒരു വിശ്രമം ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം ആഗ്രഹിക്കുമ്പോൾ അത് നൽകാൻ സാധിക്കാത്ത അവസ്ഥയെയാണ് പൊതുവെ ഇൻസോംനിയ എന്ന് പറയുന്നത്. സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയപ്പെടുന്ന രോഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇൻസോംനിയ. ഉറങ്ങാൻ കിടന്നാൽ ഒരാവശ്യവുമില്ലാത്ത ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
വെറുതെ ചിന്തിച്ച് കാട് കയറി പോകുമ്പോൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാറുണ്ടോ? കടന്നു പോകുന്ന ഓരോ മണിക്കൂറുകളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? എന്നിട്ടും രാവിലെ ഉണരും പ്രത്യേകിച്ച് ക്ഷീണമൊന്നും തോന്നാതെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങളിൽ സ്ലീപ്പ് ഡിസോർഡർ ഉണ്ട്. അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷന്റെ അഭിപ്രായത്തിൽ 40 വയസ്സിന് താഴെയുള്ള 3-ൽ ഒരാൾ ഇൻസോംനിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മുതൽ 10% വരെയുള്ള ചെറുപ്പക്കാർ ഇൻസോംനിയയുടെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അതായത് ഉറങ്ങാൻ സാധിക്കാത്തതിനുള്ള കുറ്റബോധം, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, പെട്ടെന്നുള്ള ദേഷ്യം, വിഷമം, ഒരു പ്രത്യേക വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവയൊക്കെയാണ് ഇൻസോംനിയയുടെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നത്. പ്രധാനമായും 5 തരം ഇൻസോംനിയകളാണുള്ളത്. 1 അക്യൂട്ട് ഇൻസോംനിയ, 2 ക്രോണിക് ഇൻസോംനിയ, 3 ഓൺസെറ്റ് ഇൻസോംനിയ, 4 മെയിൻ്റനൻസ് ഇൻസോംനിയ, 5 ബിഹേവിയറൽ ഇൻസോംനിയ. 2 മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഉറക്കമില്ലായ്മയാണ് അക്യൂട്ട് ഇൻസോംനിയ എന്ന് പറയുന്നത്. കൃത്യമായ വ്യായാമവും ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളും പോഷകാഹാരങ്ങളും ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കും. രണ്ടാമതായി ക്രോണിക് ഇൻസോംനിയ, അതായത് 3-4 ദിവസം ഉറക്കമില്ലായ്മ സംഭവിക്കുക. അത് എല്ലാ ആഴ്ചയിലും കൃത്യമായി ഒരു സീരീസ് ആയി സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അത് 3 മാസമോ അതിൽ കൂടുതലോ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു അവസ്ഥയെയാണ് ക്രോണിക് ഇൻസോംനിയ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഒരു സൈക്യാട്രിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് തെറാപ്പിയോ അല്ലെങ്കിൽ മെഡിക്കേഷനോ ആയിരിക്കും. അടുത്തത് ഓൺസെറ്റ് ഇൻസോംനിയ, അതായത് എന്തെങ്കിലും അപകടത്തെ തുടർന്ന് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, ശരീരത്തിലെ കഫീൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതിനെയൊക്കെ ഓൺസെറ്റ് ഇൻസോംനിയയുടെ ഭാഗമായി കണക്കാക്കുന്നു. ഈ ഒരു അവസ്ഥയുള്ളവർക്ക് മറ്റു പല സ്ലീപ്പ് ഡിസോർഡേഴ്സും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, അതിനുശേഷം എത്ര ശ്രമിച്ചാലും ഉറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥ, പലപ്പോഴും മാനസിക പ്രശ്നം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും സംഭവിക്കുന്ന ഒരവസ്ഥയാണത്. ഇതിനെയാണ് മെയിൻ്റനൻസ് ഇൻസോംനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിഹേവിയറൽ ഇൻസോംനിയ ഓഫ് ചൈൽഡ്ഹുഡ്, ചെറുപ്പം മുതലേ കൃത്യമായ ഉറക്കം പരിശീലിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഉറക്കമില്ലാത്ത അവസ്ഥയെയാണ് ബിഹേവിയറൽ ഇൻസോംനിയ എന്ന് പറയുന്നത്. ഇൻസോംനിയ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തെ ബാധിക്കുന്നത്? ഒരു മനുഷ്യന്റെ പൂർണ്ണ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയമാണ് ഉറക്കമെന്ന് നമുക്കറിയാം. ഇൻസോംനിയ ഒരു പുരുഷന് അകാല വാർദ്ധക്യമാണ് സമ്മാനിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അകാല വാർദ്ധക്യം ഉണ്ടാക്കുന്നു എന്നതിലുപരി അവരുടെ മെൻസ്ട്രൽ പീരീഡ് വ്യത്യസ്തമാക്കുകയും ചില സാഹചര്യങ്ങളിൽ അത് പൂർണ്ണമായും നിൽക്കാനുള്ള കാരണവുമാകുന്നു. പലപ്പോഴും ചിലർ അമിതമായി കഫീൻ ശരീരത്തിലേക്ക് എടുക്കുന്നത് കാണാൻ സാധിക്കും, അതായത് ചായ, കാപ്പി തുടങ്ങിയ പാനീയങ്ങളിലൂടെ. ചിലർ അമിതമായി മദ്യപിക്കുന്നതും സ്മോക്ക് ചെയ്യുന്നതും കാണാം. അവരിൽ ഉറക്കമില്ലായ്മയും ഉണ്ടാക്കും. എന്നാൽ ഇത് പലപ്പോഴും തിരിച്ചാണ് സംഭവിക്കുന്നത്. ശരീരം ഇതെല്ലാം ആവശ്യപ്പെടാനുള്ള ഒരു കാരണം പലപ്പോഴും ഉറക്കമില്ലായ്മയാണ്. ഗർഭിണികളിൽ 60% ഇൻസോംനിയ അനുഭവിക്കുന്നവരാണ്. അവരുടെ ശരീരവേദനയും അസ്വസ്ഥതയുമാണ് ആ ഒരു ഇൻസോംനിയയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗർഭിണികളിലെ ഇൻസോംനിയ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. എങ്കിലും കൃത്യമായ ഉറക്കവും ഭക്ഷണവും കുഞ്ഞുങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിന് നല്ലതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ച് ശരീരം തണുപ്പിക്കുന്നത് ഉറക്കത്തിലേക്ക് പെട്ടെന്ന് കടക്കാൻ എളുപ്പമാകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. 2019 ഒരു പഠനം അനുസരിച്ച് 13 വയസ്സിന് താഴെ പ്രായമുള്ള 40% കുഞ്ഞുങ്ങളും ബിഹേവിയറൽ ഇൻസോംനിയ അനുഭവിക്കുന്നവരാണ്. അതിന് കാരണമായി പറയുന്നത് അവരനുഭവിക്കുന്ന സ്ട്രെസ്, അവർ കഴിക്കുന്ന എനർജി ഡ്രിങ്കുകളിലെ കഫീൻ കണ്ടന്റ്, അവർ കഴിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങി ആയാസമുള്ള കളികളുടെ അഭാവം പോലും അവരിൽ ഇൻസോംനിയ ഉണ്ടാക്കാം. ഈ ഒരു പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു വിഷയം, മനുഷ്യരിൽ 75% പേരിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇൻസോംനിയയുടെ സിംറ്റംസ് ഉണ്ട് എന്നതാണ്. കൃത്യമായ കൗൺസിലിംഗിലൂടെ അക്യൂട്ട് ഇൻസോംനിയ മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു കളയാൻ സാധിക്കും. നമ്മുടെ മാനസിക നിലയെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് ഇൻസോംനിയ എന്ന് തിരിച്ചറിയുക. ഇൻസോംനിയയിലൂടെ ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും കടന്നുപോയവർ ഒരുപാടാണ്. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുക. മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത, കേൾക്കാൻ സാധിക്കാത്ത പലതും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാലും അതിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇൻസോംനിയ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. വരാൻ പോകുന്ന ഭയപ്പെടുത്തുന്ന ചില മാനസിക പ്രശ്നങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ.